നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. NREG വർക്കേഴ്സ് ഫെഡറേഷന്റെ തൊഴിൽ സംരക്ഷണ ജാഥ തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. കാഞ്ഞങ്ങാട്ടെ വഴിയോര കച്ചവടത്തിന് വീണ്ടും പൂട്ടുവീണു. തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. UDF ഉത്തരമേഖലാ ജാഥയെ വരവേൽക്കാൻ കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. സംഘാടക സമിതി ഓഫീസ് തുറന്നു. മടിയൻകുളം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ കലശോത്സവം തുടങ്ങി. കലശം എഴുന്നള്ളിപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമായി. രാവണേശ്വരം അരുണോദയ ക്ലബ്ബ് സംഘടിപ്പിച്ച ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം. വാർത്തകൾ വിശദമായി. NREG വർക്കേഴ്സ് ഫെഡറേഷന്റെ തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് തുടക്കമായി. ജാഥ AITUC ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദേശ പര്യടനത്തിൽ മുഴുകിയ പ്രധാനമന്ത്രിയും അപ്രസക്തരായ മന്ത്രിമാരുമാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ സംസ്ഥാന തൊഴിൽ സംരക്ഷണ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 14 ലോകസഭയിൽ കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളുമെല്ലാം പിന്തുണച്ചുകൊണ്ടാണ് ഒന്നാമത്തെ UPA സർക്കാർ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ തുടർന്നത്. നമ്മൾ പിന്തുണ പിൻവലിക്കുന്നവരെ നമ്മുടെ പിന്തുണയോടുകൂടിയാണ് അധികാരത്തിൽ തുടർന്നത്. ആ ഒന്നാം UPA സർക്കാർ ഈ ഞാൻ നേരത്തെ പേര് പറഞ്ഞ 3 നമ്മുടെ പാർട്ടി നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ നേതാക്കന്മാരുടെ വിലപ്പെട്ട സംഭാവനയാണ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാത്തത് ക്രിമിനൽ കുറ്റമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാത്തത് ഗൗരവമായി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ചെങ്ങ സുരേന്ദ്രനാണ് ജാഥ ലീഡർ. KV കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TJ ആഞ്ചലോസ്, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, P സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട്ടെ വഴിയോര കച്ചവടത്തിന് വീണ്ടും പൂട്ടുവീണു. കാഞ്ഞങ്ങാട് പോലീസിന്റെ സഹായത്തോടെ തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ വഴിയോര കച്ചവടം വീണ്ടും ആരംഭിച്ചപ്പോഴാണ് പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയത്. നഗരത്തിൽ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായായിരുന്നു ആദ്യം തെരുവ് കച്ചവടം നിർത്തലാക്കാൻ അധികൃതർ തീരുമാനിച്ചത്. നേരത്തെ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തിയ ശേഷം ഉപാധികളോടെയാണ് വഴിയോര കച്ചവടക്കാർ നഗരത്തോട് ചേർന്നുള്ള കച്ചവടം അവസാനിപ്പിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് പുനരധിവാസം നൽകണമെന്ന ആവശ്യമായിരുന്നു ഉപാധികളിൽ പ്രധാനം. എന്നാൽ ആദ്യം എല്ലാം സംബന്ധിച്ച് തങ്ങളുടെ കച്ചവടങ്ങൾ നിർത്തലാക്കിയതല്ലാതെ മറ്റു തുടർ നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് തെരുവ് കച്ചവടക്കാർ പറയുന്നത്. തങ്ങളുടെ ഉപജീവനമാണ് ഗതാഗത പരിഷ്കരണത്തിന്റെ ഭാഗമായി അധികൃതർ ഇല്ലാതാക്കിയത്. വികസനത്തിന്റെ കാര്യമായതിനാൽ എതിർപ്പുകളൊന്നുമില്ലാതെ സഹകരിച്ച തങ്ങളോട് നഗരസഭ തങ്ങളോട് നീതി കാണിച്ചില്ലെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. ഒരിടവേളയ്ക്ക് ശേഷം തെരുവ് കച്ചവടം കാഞ്ഞങ്ങാട് നഗരത്തിൽ സക്രിയമായപ്പോഴാണ് കച്ചവടം അവസാനിപ്പിക്കാൻ ഇപ്പോൾ നഗരസഭാ അധികൃതർ പോലീസ് സഹായം തേടിയത്. SI ബിജിലാലിന്റെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ. ആദ്യം ഒഴിപ്പിക്കൽ നോട്ടീസുമായി എത്തിയ നഗരസഭാ ജീവനക്കാരെ എതിർത്തുവെന്ന പരാതി ഉദ്യോഗസ്ഥർ നൽകിയതിനാൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കച്ചവടക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ നൽകിയ കള്ളപ്പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വഴിയോര കച്ചവടക്കാരുടെ ഫെഡറേഷൻ നേതൃത്വത്തിൽ നഗരസഭാ അധ്യക്ഷയെയും ജീവനക്കാരെയും നഗരസഭാ ആസ്ഥാനത്ത് തടഞ്ഞുവെച്ചു. UDF ഉത്തരമേഖലാ ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കും. കാഞ്ഞങ്ങാട്ട് സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. UDF ഉത്തരമേഖലാ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകും. സ്വീകരണത്തിന് കാഞ്ഞങ്ങാട്ട് ഒരുക്കങ്ങൾ തുടങ്ങി. സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സംഘാടക സമിതി ഓഫീസ് മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു.
യോജിച്ച് പോയിട്ടില്ല. കാരണം നല്ല നമുക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ അതുപോലെ എല്ലാ ഇലക്ഷനിലും നല്ല വിജയം കൊയ്യാൻ ചെയ്തു. കാരണം രണ്ട് കാര്യം മാത്രമാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയൊക്കെ പോയി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി രണ്ടും ആയുധമാക്കി ഏറ്റവും കൂടുതൽ സീറ്റിൽ ജയിക്കാമെന്ന് നമ്മൾ തന്നെ യുഡിഎഫിൽപ്പെട്ട ആൾ ഇതിനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനിക്കുന്നതാണ് തോന്നുന്നത്. ഏതായാലും ഇവിടെ കാഞ്ഞങ്ങാട് അവസാനിക്കില്ല. ഇവിടെ ഗ്രൂപ്പ് തോന്നുന്നുണ്ട്. യോഗത്തിൽ അഡ്വക്കേറ്റ് എം സി ജോസ് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ, സി മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് കെ കെ നാരായണൻ, ബഷീർ വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. കാസർഗോഡ് സ്പീഡ്വേ ഇൻ ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി അബ്ദുൽ ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണത്തിന് നിയോഗിച്ച അതേ കമ്മിറ്റിയെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് നിയോഗിച്ചത്. മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജൂൺ 15 മുമ്പ് ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ശമ്പള പരിഷ്കരണ നടപടികൾ അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കാനാണ് ഗവൺമെന്റ് ഈ കമ്മിറ്റിയെ, ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ജോസ് സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ വിനോദ് കുമാർ അരമന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ഒ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കരിമ്പിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സി പ്രദീപ് കുമാർ, വത്സൻ മൂലക്കാട്ട്, കെ അശോക് കുമാർ, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. രാവണേശ്വരം അരുണോദയ ക്ലബ്ബും നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല സെവൻസ് ഫുട്ബോൾ ഫെസ്റ്റിന് സമാപനം. കൃഷ്ണപിള്ള മുക്കൂട് ജേതാക്കളായി. രാവണേശ്വരം അരുണോദയ ക്ലബിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ സമാപനം. ഫൈനൽ മത്സരത്തിൽ കൃഷ്ണപിള്ള മുക്കോട് ജേതാക്കളായി. നാഷണൽ തോർക്കുളം 2ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം CPM ചിത്താരി ലോക്കൽ സെക്രട്ടറി M ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 21 ദിവസം ഈ നാടിന്റെ ഉത്സവമാക്കി മാറ്റാൻ, നല്ല കളികൾ കാഴ്ചവെക്കാൻ, ടീമുകളെ ഇറക്കാൻ നല്ല രീതിയിൽ സഹകരിച്ച മുഴുവൻ ആളുകളെയും ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നാടിനെ സമാധാന അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന അരുണോദയ ക്ലബിനെയും മറ്റ് ആളുകളെയും എല്ലാവരെയും അഭിനന്ദനവും അഭിവാദ്യവും ചെയ്തുകൊണ്ട് ഈ വൈകിവേളയിൽ ഏറെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഫുട്ബോൾ ടൂർണമെന്റുമായി സഹകരിച്ച എല്ലാ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് വളരെ സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. ഒ കൃഷ്ണൻ, TV ബാലചന്ദ്രൻ, M പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. M സജിത്ത് അധ്യക്ഷനായിരുന്നു. TV സുരേഷ് സ്വാഗതവും വിപിൻ ബാബു നന്ദിയും പറഞ്ഞു. ഹർത്താൽ ആചരിച്ച് ശുചിത്വ പ്രവർത്തനങ്ങൾക്കായി ജനങ്ങൾ മുന്നിട്ടിറങ്ങി. ചെറുവത്തൂരിലാണ് ശുചിത്വ ഹർത്താൽ നടന്നത്. ചെറുവത്തൂർ പഞ്ചായത്ത് സാമൂഹ്യാരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ ആചരിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ചെറുവത്തൂർ ടൗൺ, പരിസര പ്രദേശങ്ങൾ, മടക്കര, കൗവൽ സ്റ്റോർ, സർക്കാർ ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ വിവിധ സംഘടനകൾ, നാട്ടുകാർ, ആശാവർക്കർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് C കാർത്തിയായനി ഉദ്ഘാടനം ചെയ്തു. K നാരായണൻ, P പത്മിനി, V ചന്ദ്രൻ, E വിനോദ് കുമാർ, മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. മടക്കരയിൽ K ഭാസ്കരൻ, രമേശ് ബാബു കോവലിൽ, A രമണി, KK ചന്ദ്രൻ, ശാന്ത എന്നിവർ നേതൃത്വം നൽകി. 22-ന് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണം നടത്തും. മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവം തുടങ്ങി. വയലിലെ കലശം എഴുന്നള്ളിപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവം തുടങ്ങി. വെള്ളിയാഴ്ച അകത്തെ കലശം നടന്നു. ശനിയാഴ്ച പുറത്തെ കലശ മഹോത്സവം നടക്കും. മടിയൻകുലോത്തെ പ്രധാന കലശങ്ങളിലൊന്നായ വയലിലെ കലശം ഒരുക്കുന്ന ചടങ്ങുകൾ പേരളത്ത് നടന്നു. പുറത്തെ കലശോത്സവത്തിൽ അവസാനമായാണ് വയലിലെ കലശം എത്തുന്നത്. തായൽ രാജനാണ് ഇത്തവണ വയലിലെ കലശം എടുക്കുന്നത്. മാധ്യമം റോഡ് ഷോ ജില്ലയിലെ പര്യടനം തുടരുന്നു. ഉത്തര കേരളത്തിന്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണത്തിന്റെ ഭാഗമായാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. ജില്ലയിലെ പര്യടന കേന്ദ്രങ്ങളിൽ മികച്ച പ്രതികരണമാണ് റോഡ് ഷോയ്ക്ക് ലഭിക്കുന്നത്. മാധ്യമം റോഡ് ഷോ വെള്ളിയാഴ്ച ഉപ്പളയിൽ പര്യടനം നടത്തി. ഉപ്പള ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു റോഡ് ഷോ അവതരിപ്പിച്ചത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്രത് ജഹാൻ റോഡ് ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പരാതികൾ മുഴുവൻ പരിശോധിച്ചുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയോടുകൂടിയാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്.
നടക്കുന്നത്. കഴിഞ്ഞ 2014-15 വർഷത്തിൽ 99.28% ഫണ്ട് നമ്മൾ ചെലവഴിച്ചുകൊണ്ട് ജില്ലയിലെ 1ാം സ്ഥാനത്തും സംസ്ഥാനത്ത് 9ാം സ്ഥാനത്തും എത്താൻ കഴിഞ്ഞു എന്നത് തന്നെ എനിക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹർഷാദ് ബോർക്കാടി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്രത് ജഹാൻ, ഗോൾഡൻ ഹനീഫ, അബു തമാം, മാധ്യമം ദിനപത്രം അസിസ്റ്റന്റ് മാനേജർ റഹ്മാൻ കുറ്റിക്കാട് എന്നിവർ സംസാരിച്ചു. റോഡ് ഷോയുടെ ഭാഗമായി സംഘടിപ്പിച്ച തെരുവു നാടകം ഏറെ ശ്രദ്ധേയമായി. കാസർഗോഡിനുള്ള അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും അവഗണനയെ രൂക്ഷമായി വിമർശിച്ച നാടകം ഏവരുടെയും മനം കവർന്നു. മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് മാധ്യമം ദിനപത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വാർത്തകൾ തുടരുന്നു. വാർഷികാഘോഷ നിറവിൽ വോയിസ് ഓഫ് പടുവടുക്ക. 2ാം വാർഷികാഘോഷം ശനി ഞായർ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനി ഞായർ ദിവസങ്ങളായാണ് പരിപാടി. ശനിയാഴ്ച 5:30 ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്യും. 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം PB അബ്ദുറസാഖി MLA ഉദ്ഘാടനം ചെയ്യും. NA നെല്ലിക്കുന്നി MLA, സായിറാം ഗോപാലകൃഷ്ണ ഭട്ട്, ഡോക്ടർ ഖത്തർ ഇബ്രാഹിം മാജിദ് തുടങ്ങിയവർ സംബന്ധിക്കും. ഞായറാഴ്ച നടക്കുന്ന ക്രിക്കറ്റ് മത്സരം ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗം E അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അനുബന്ധ സംബന്ധമായ പടുവടുക്ക ഫെസ്റ്റ് 2015 23-24 തീയതി പടുവടുക്കയിൽ ഗ്രീൻ ഗാർഡൻ ഗ്രൗണ്ടിൽ നടത്തും. 5:30 പടുവടുക്ക ചുറ്റുവട്ടങ്ങളിൽ വൃക്ഷത്തൈകൾ നടൽ. ബഹുമാനപ്പെട്ട ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി ആഷിർ സ്വാഗതം ആശംസിക്കുന്ന പരിപാടിയിൽ നമ്മുടെ പരിപാടിയുടെ കൺവീനർ അബ്ദുൽ സലാം അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ EH അസർ, ഷൗക്കത്ത് പടുവടുക്ക, മുനവർ ഷാഹിദ് തുടങ്ങിയവർ സംബന്ധിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വയോമിത്ര സദസ്സ് ശ്രദ്ധേയമായി. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200ഓളം വയോജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് കാലിക്കടവിൽ സംഘടിപ്പിച്ച വയോമിത്ര സദസ്സിൽ പഴയ തലമുറയിൽപ്പെട്ടവർ ഓർമ്മകൾ അയവിറക്കി. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200ഓളം വയോജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രാമചരിത്രം, ആചാരങ്ങൾ, യാത്രാവഴികൾ, വിവാഹം, കൃഷി എന്നിവയെല്ലാം വയോമിത്ര സദസ്സിൽ നിറഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം പഴയ സ്നേഹിതർക്കൊപ്പം കൂടിച്ചേരാനും ഓർമ്മകൾ പങ്കുവയ്ക്കാനും സാധിച്ചതിന്റെ സന്തോഷവുമായാണ് സംഗമത്തിനെത്തിയവർ മടങ്ങിയത്. കെ കുഞ്ഞിരാമൻ MLA മുഖ്യാതിഥിയായി. പൗരന്മാരെ സംരക്ഷിക്കേണ്ട, അവരുടെ മരണം വരെ, അവരുടെ അവസാനം വരെ സംരക്ഷിക്കേണ്ട ബാധ്യത ജനാധിപത്യപരമായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുണ്ട്, ഭരണകൂടത്തിലുണ്ട് എന്ന കാഴ്ചപ്പാടാണ് ഇങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ വയോജനങ്ങളെ പരിപാലിക്കാൻ ആവശ്യമായിട്ടുള്ള അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയുമോ, അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയുമോ, അവർക്ക് വിഷമതയില്ലാതെ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും, ആ രീതിയിലെല്ലാമുള്ള പരിപാടിക്കാണ് ഇതുപോലുള്ള പദ്ധതികളിലൂടെ തുടക്കം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി അധ്യക്ഷത വഹിച്ചു. പ്രായം ചെന്ന 32 പേരെ ചടങ്ങിൽ ആദരിച്ചു. അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഗ്രന്ഥശാല പ്രവർത്തകൻ, കായിക രംഗത്തെ പതിപ്പിച്ച വ്യക്തിയാണ്. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഗ്രന്ഥശാല പ്രവർത്തകൻ, കായിക രംഗത്തെ പതിപ്പിച്ച വ്യക്തിയാണ്. സ്നേഹപൂർവ്വം. സർഗസദസ്സിൽ CM വിനയചന്ദ്രൻ മാസ്റ്റർ സംസാരിച്ചു. ബാലചന്ദ്രൻ എരവിൽ, വിനയൻ പിലിക്കോട് എന്നിവർ വയോജനങ്ങളുമായി സംവദിച്ചു. TV ശ്രീധരൻ മാസ്റ്റർ, P രാമചന്ദ്രൻ മാസ്റ്റർ, VK രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികൾ, ഓട്ടംതുള്ളൽ എന്നിവയും അരങ്ങേറി. കർഷക പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല നേതാവ് NG കമ്മത്തിന് സ്മരണാഞ്ജലി. ചായോത്ത് NG സ്മാരക വേദിയാണ് ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണം ഒരുക്കിയത്. NG സ്മാരക കലാവേദിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം KP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ കാസർഗോഡ് മേഖല. ഈ കാസർഗോഡിന്റെ തെക്കൻ ഭാഗം, ഉത്തരപുറ വരെയുള്ള ഭാഗം
മലബാറിന്റെ വടക്ക് മേഖലയാണ്. രണ്ട് പ്രദേശം, രണ്ട് ജനത, രണ്ട് സംസ്കാരം, രണ്ട് വീക്ഷണം ഒക്കെ ഉള്ള ഒരു ജനസമൂഹമാണ് 1956 മുമ്പ്. മധു മുതിയക്കാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ഡോക്ടർ പി വി നിതീഷ്, ദേശീയ ഗെയിംസ് ഹോക്കിയിൽ മികച്ച പ്രകടനം നടത്തിയ മേഘചന്ദ്രൻ, വേനൽത്തുമ്പി കലാജാഥ അംഗമായിരുന്ന അക്ഷയ്, വസന്തത്തിന്റെ കനൽവഴികൾ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച റിതേഷ് ബംഗ്ലം എന്നിവരെ അനുമോദിച്ചു. കലാവേദി പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷനായി. CPM കിനാനൂർ ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻ അനുമോദനം നടത്തി. കലാവേദി സെക്രട്ടറി കെ സത്യൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി ഷാജി നന്ദിയും പറഞ്ഞു. വസന്തത്തിന്റെ കനൽവഴികൾ എന്ന ചിത്രം പ്രദർശിപ്പിച്ചു. നീലേശ്വരം താലൂക്ക് ആശുപത്രിയുടെ പരിമിതികൾക്ക് പരിഹാരം തേടി നഗരസഭാ സർവകക്ഷി യോഗം വിളിച്ചു. ഈ മാസം 28-ന് ആശുപത്രിയിൽ യോഗം ചേരും. പള്ളിപ്രം ബാലൻ MLA ആയിരുന്ന കാലത്താണ് തൃക്കരിപ്പൂരിനൊപ്പം നീലേശ്വരം വള്ളിക്കുന്നിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത്. വർഷങ്ങളോളം ബോർഡ് പോലും മാറിയില്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലായിരുന്ന ആശുപത്രി നീലേശ്വരം നഗരസഭയായതോടെ നഗരസഭയ്ക്ക് കീഴിലായി. എന്നിട്ടും ബാലരക്ഷിത മാറ്റാൻ നടപടിയുണ്ടായിട്ടില്ല. നഗരത്തിലെ തെരുവുനായ ശല്യത്തിനെതിരെ മെയ് 10-ന് പടിഞ്ഞാറ്റൻകുഴുകൽ തണൽ പൊതുജന വായനശാലയിൽ വിളിച്ചു ചേർത്ത ജനകീയ കൂട്ടായ്മയിലെ വിഷയാവതരണത്തിനിടെ ഡോക്ടർ M രാധാകൃഷ്ണൻ നായരാണ് ആശുപത്രിയുടെ ശോച്യാവസ്ഥയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നഗരസഭാ അധ്യക്ഷ വി ഗൗരി ഏപ്രിൽ 28-ന് ചേർന്ന HMC യോഗത്തിലും ഈ നിർദ്ദേശം ഉയർന്നതായും MLAയുടെയും MPയുടെയും സൗകര്യം അറിഞ്ഞ ശേഷം യോഗം വിളിക്കാമെന്ന് മറുപടി നൽകുകയും ചെയ്തു. ഇതുപ്രകാരമാണ് 28-ന് യോഗം വിളിച്ചിരിക്കുന്നത്. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം തുടങ്ങി. ഭക്തിയുടെ നിറവിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്രകളെത്തി. ശനിയാഴ്ച രാവിലെ 10-ന് ഊട്ടുപുര ചുറ്റുപന്തൽ സമർപ്പണം നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുടുംബ കൂട്ടായ്മയും രാത്രി 8-ന് പൂരക്കളിയും അരങ്ങേറും. ഞായറാഴ്ച രാവിലെ 9-ന് ബാലസരസ്വതി പൂജ നടക്കും. 25-ന് രാവിലെ 9-ന് മഹാമൃത്യുഞ്ജയ ഹോമവും മെയ് 28-ന് രാവിലെ 7:19-നും 9:31-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NREG വർക്കേഴ്സ് ഫെഡറേഷന്റെ തൊഴിൽ സംരക്ഷണ ജാഥ തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. കാഞ്ഞങ്ങാട്ടെ വഴിയോര കച്ചവടത്തിന് വീണ്ടും പൂട്ടുവീണു. തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. UDF ഉത്തരമേഖലാ ജാഥയെ വരവേൽക്കാൻ കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. സംഘാടക സമിതി ഓഫീസ് തുറന്നു. മടിയൻകുളം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ കലശോത്സവം തുടങ്ങി. കലശം എഴുന്നള്ളിപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമായി. രാവണേശ്വരം അരുണോദയ ക്ലബ്ബ് സംഘടിപ്പിച്ച ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.